ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഡൂംസ്ഡേയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ടൈമിലാണ് സാധനം ഇറങ്ങിയത്. കുറേ പേരുടെ പ്രവചനങ്ങളൊക്കെ തെറ്റി. അപ്പൊ നേരെ നമ്മൾ ഡൂംസ്ഡേയുടെ ട്രെയിലർ കാണാൻ പോവാണ്. എൻ്റെ മോനെ, തമ്മനയിൽ തന്നെ നിൽക്കുന്നത് നമ്മുടെ ഡോക്ടർ ഡൂം. ആരുടെയോ ഇടിമിന്നൽ തകർക്കുന്ന, എനിക്കൊന്ന് തോറിന്റെ ഇടിമിന്നൽ തന്നെ. കാര്യം തമ്മനയിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗസ് ചെയ്താ കാണാം. 3 അല്ലേ, വേണ്ട, നേരെ കാണാം, വാ. നമുക്ക് സംഭവം 4K-ലിട്ട് കാണാം, അതായിരിക്കും അതിൻ്റെ ഒരു ഇത്. ഡൂൺസ്ഡേ വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എങ്ങനെ വെച്ചാ കാണല്ലേ. 3, 2, 1 സ്റ്റാർട്ട്. സേവിയർസ് ക്ലോസ്, എക്സ്മാൻ. Something's coming. ഓക്കെ, ആയിക്കോട്ടെ. ജസ്റ്റ് അപ്ഡേറ്റ് വെച്ചു. Something we may not be able to deter. ഡോക്ടർ Before ഡൂം. this day is done, we shall be faced with an unthinkable decision. ഡീറ്റെയിലിംഗ് അവിടെ ഉണ്ടോ? I've fought with many warriors in my time. My hero, Thor. They were far stronger than all of us put together. ചങ്ങായി ഇതിൽ മെയിൻ വരുന്ന തോന്നണേ ഹെഡ്. കാര്യം യോഗ്യത മൂപ്പരാക്കേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെറാ? ഞാൻ ഹൽക്ക് മാത്രം ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ റിട്ടയർ അല്ലേ പടം. They died. They died facing enemies and threats that scared me far less than this one. ഡൂം വേഴ്സസ് തോർ, അടിപൊളി. ഗാംബിറ്റ് വേഴ്സസ് ഷാങ്ചി. Everything that they sacrificed will be for nothing. എന്റെ മോനെ, അത് എക്സ്പെക്ട് ചെയ്തില്ല. അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ലോക്കി ഈസ് കമ്മിങ് ബാക്ക്. എന്റെ മോനെ, ലോക്കി മിക്കവാറും പടാവുന്ന തോന്നുന്നു. ആ ഒരു ഡയലോഗ് ഇട്ടിട്ട് പടയൊന്ന് കണ്ടു നോക്ക്, ചിലപ്പോൾ പടാവാനുള്ള ചാൻസ് ഉണ്ട്. ഡോക്ടർ ഡൂം ലോക്കിനെ കൊല്ലുമായിരിക്കും. If we do not stand together, ഹീറോ സ്റ്റാൻഡ് ടുഗദർ. put aside your petty squabbles. Presume nothing except ക്യാപ്റ്റൻ വേഴ്സസ് ക്യാപ്റ്റൻ പോലെ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റാ. this. If you return, you will return as brothers and sisters. Mark my words. താനോസിന്റെ സീൻ ഓർമ്മ വന്നു. We're going to need a miracle. He is coming, Captain America. Captain America is coming. It's not possible. Captain America is coming. Cap is back. ഡ്യൂൺസ്ഡേ ആയിട്ട് ഉറപ്പിച്ചിട്ടോ ഏറെക്കുറെ ഡ്യൂൺസ്ഡേ പരിപാടി. ഡ്യൂണിൻ്റെ ഒപ്പം തന്നെ ഇറക്കുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിക്കണം എൻ്റെ മോനെ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം ഞാൻ പറയാം. ലോക്കിയുടെ എൻട്രി അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതായത് ഈ ടൈമിൽ ട്രെയിലറിൽ ലോക്കിനെ കാണിക്കുന്നത് വിചാരിച്ചില്ല. ലോക്കിനൊക്കെ ടോട്ടലി ഇതിൽ കാണിക്കുന്ന വിചാരിച്ചത്, ഇത് പടത്തിൽ മാത്രം കാണിക്കുന്ന വിചാരിച്ച്. ഔട്ടർ ട്വിസ്റ്റ് വന്നു. പിന്നെ ഒരിക്കലും എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ലാസ്റ്റിന് മാത്രമായിരിക്കുള്ളൂ ചിലപ്പോൾ റോബർട്ട് ഡൗണി ജൂനിയറിന്റെ ഫേസ് റിവീൽ ആക്കുക. ആൻഡ് കുറേ സ്പെക്കുലേഷൻസ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കേട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള മിക്കവാറുള്ള ക്യാപ്പ് മിക്കവാറും സ്പൈ ആയിരിക്കും. ഇതൊക്കെ എന്താ സംഭവം അറിയോ? ഇതിൽ ഈ ട്രെയിലറിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഏറെക്കുറെ പല സോഴ്സിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. കുറേ ലീക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ എക്സാക്ട് ഇതേപോലെ അല്ല, പക്ഷെ കുറെ ലീക്ക്. എനിക്ക് തോന്നുന്നു നാമോർ ബ്ലാക്ക് പാന്തർ ഇപ്പൊ ഷുരിയുടെ ടീമിനെ വളയുന്ന ഒരു സീൻ കണ്ടു. നാമോർ മിക്കവാറും ഡോക്ടർ ഡൂമിന്റെ ടീമാവാൻ ചാൻസ് ഉണ്ട്. കാര്യം ഈസ് ലൈക്ക് ആൻ ആന്റി ഹീറോ ക്യാരക്ടർ. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഗാംബിറ്റ് വേഴ്സസ് ഷാങ്ചി, ഒരുവിധം എല്ലാവരും ഇനി ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സീന് വരും.
മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ മാഗ്നറ്റോ അതേപോലെ പ്രൊഫസർ എക്സ് മൂപ്പരാൾ രണ്ടുപേരും പടാനുള്ള ചാൻസ് ഉണ്ട്. അവസാനം വല്ല ഷോ ഓഫും കാണിച്ചിട്ട്, ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നതല്ല കേട്ടോ, ഒരു ഗ്രാൻഡ് ഷോ ഓഫ് കാണിച്ച് അതോടുകൂടി അവർ തീരാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ രക്ഷിക്കുമായിരിക്കും. ലൈക്ക് ഇറ്റ്സ് നോർമൽ സൂപ്പർ ഹീറോ എലമെന്റ്സ്. ഓക്കെ, ആരെങ്കിലുമൊക്കെ രക്ഷിച്ച് സ്വയം സാക്രിഫൈസ് ആവും രണ്ടുപേരും ഒരുമിച്ച്. അങ്ങനെ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മേ ബി അവരുടെ ചിൽഡ്രൻ, അതായത് അവരുടെ സ്റ്റുഡൻസിനെ എല്ലാവരും രക്ഷിച്ച് അവർ പടാവും. ഈ പടാവും എന്നൊക്കെ ഞാൻ പറയുന്നത് ഡിസ്റെസ്പെക്റ്റ് ആയി എടുക്കരുത്, ജസ്റ്റ് ഞാൻ ഒരു കോമൺ ആയിട്ട് പറയണതാണ്. ഓക്കെ, തോറിന്റെ അടി എന്നത്തെയും പോലെ താനോസ് തടഞ്ഞ പോലെ ഇവിടെ ഡൂമും വന്ന് തടഞ്ഞിട്ടുണ്ട്. ഡൂം ഈസ് ലൈക്ക് എന്താ പറയാ, സൂപ്പർ വില്ലൻ. സീരിയസ്ലി ബാക്കിയുള്ളവർക്കൊന്നും തൊടാൻ പറ്റില്ല. ചങ്ങായിക്ക് എല്ലാം കൊണ്ടും ഏറ്റവും സൂപ്പർ പവർ ഉള്ള വില്ലൻ, താനോസിനെ വരെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന വില്ലനാണ് ഡൂം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ റിസർച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഈസ് സോ പവർഫുൾ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ശരിക്കും കാങ് ഡൈനാസ്റ്റി ആയിട്ട് കാങ് ഒക്കെ വന്ന ശേഷം മാത്രം വരേണ്ട ഒരു വില്ലൻ മാത്രമായിരുന്നു ഡൂം. പക്ഷെ അറിയാലോ, കാരണം കൊണ്ട്. പിന്നെ എൻ്റെ അതേ ഫീലിംഗ് എത്ര പേർക്ക് വന്നിട്ടുണ്ടാവും അറിയില്ല. കാര്യം ഇതിലെ പല കാര്യങ്ങളും എനിക്ക് കണ്ടപ്പോൾ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു 2016 അല്ലെങ്കിൽ അത് നമ്മുടെ ഇൻഫിനിറ്റി വാർ ഇറങ്ങിയ ടൈമിലൊക്കെ എനിക്ക് ഇൻഫിനിറ്റി വാറിന്റെ ട്രെയിലർ കാണുമ്പോൾ ഒരു അത്രയും പീക്ക് ഹൈപ്പ് ഒന്നും എനിക്കിപ്പോൾ തോന്നുന്നത്. കാര്യം അന്ന് നമ്മൾ യൂട്യൂബൊക്കെ കാണുന്നത് ലെവൽ കുറവായിരുന്നു. ഇപ്പൊ ദിവസം ദിവസം പുതിയ തിയറീസ് എന്ന് പറഞ്ഞിട്ട് ഇതിലെ പല തിയറീസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ എങ്ങനെയാണ് ഈ ഫൈനൽ വരാൻ പോകുന്നത്, ഇതിന്റെ കോമിക് ബുക്ക് എക്സ്പ്ലനേഷൻ, ഇത് അവിടെ ഇവിടെ ആയിട്ട് ഇഷ്ടം പോലെ ഇതിന്റെ ലീക്ക് എന്ന് പറഞ്ഞിട്ട് ഡൂംസ്ഡേ ഓൾമോസ്റ്റ് ഒരുവിധം മാർവൽ ഫോളോ ചെയ്യുന്ന ഒരുവിധം എല്ലാവർക്കും ഡൂംസ്ഡേ അറിയാന്നുള്ള അവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട്. മാർവൽ ഫോളോ ചെയ്യാത്ത ആർക്കും ഡൂംസ്ഡേ കാണാനും പറ്റാത്ത അവസ്ഥയ്ക്കും വന്നിട്ടുണ്ട്. കാര്യം ഡൂംസ്ഡേ കാണുക എന്നുള്ളത് അത്ര ഈസി അല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ സംഭവങ്ങൾ ഫോളോ ചെയ്യണം. എത്രങ്ങാനുള്ള കാലം തൊട്ടിട്ടുള്ള സീരീസും പടങ്ങളും ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ലോക്കി സീരീസ് കാണാത്ത ഒരാൾ പോയിട്ട് ഈ പടം കണ്ടു കഴിഞ്ഞ് ലോക്കി മരിച്ചില്ലെന്ന് ചോദിച്ചാൽ അവിടെ പോയിന്റ് തീർന്നില്ലേ? അതേപോലെ എക്സ്മാനെ കുറിച്ച് പ്രോപ്പറായി അറിയാത്ത ഒരാൾ വന്നിട്ട് ഇവിടെ ഇവരിനൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യുക? അതേപോലെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പറയാ, അവഞ്ചേഴ്സ് അതായത് മാർവലിനെ പ്രോപ്പറായി ഫോളോ ചെയ്ത ആൾക്കാർ ഓൾറെഡി കുറേ പേർക്ക് ഡൂംസ്ഡേന്റെ കഥ അറിയുകയും ചെയ്യുക, കുറേ പേർക്ക് അല്ലാത്തവർക്ക് ഡൂംസ്ഡേ പോയിട്ട് പലതിന് കഥ അറിയില്ല. അപ്പോൾ സോ ലൈക്ക് എനിക്ക് തോന്നുന്നു പീക്ക് എക്സൈറ്റ്മെന്റ്, ഹൈ ലെവൽ എക്സൈറ്റ്മെന്റ് ഒക്കെ എത്തുമെന്ന് എനിക്കറിയില്ല. എന്നാലും എക്സൈറ്റ്മെന്റ് ഉണ്ടോ നല്ല, പക്ഷെ എനിക്കൊരു ഇൻഫിനിറ്റി വാർ ലെവൽ എക്സൈറ്റ്മെന്റ് എന്തായാലും തോന്നിയില്ല. ഒരിക്കലും ഈ ട്രെയിലറിന്റെ കുറ്റം ഒന്നുമല്ല. മേ ബി നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എക്സ്പോസ് ആവുന്ന നെറ്റിന്റെ കുഴപ്പമാണ്. നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. ഇൻഫർമേഷൻ ഇസ് ടു ഫാസ്റ്റ് നൗ. സോ അതുകൊണ്ടാണ് അതർ ദാൻ ദാറ്റ് പടം പൊളിയുണ്ട്, അല്ല പടം എന്ന് പറഞ്ഞ ട്രെയിലർ അടിപൊളിയുണ്ട്. എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ഇറക്കി വിട്ട് കേട്ടോ, അത് നന്നായി. ഒരാൾക്ക് ഒരു എക്സ്പെക്ടേഷനും കൊടുത്തില്ല. ഞങ്ങൾ വരാൻ പോവാണ്, ഞങ്ങൾ ഇപ്പിറക്കും എന്ന് പറഞ്ഞ പോലെ ഒരു സാധനം കൊടുത്തില്ല, ഇറക്കി വിട്ട്. ഇനി എന്താ പറയാ, ഇനി പിള്ളേരിട്ട് കത്തിക്കട്ടെ എന്ന് പറയണ പോലെ ഇപ്പൊ തന്നെ 28 മില്യൺ വ്യൂസ് ആയെന്നാ തോന്നുന്നത്. 30 മില്യൺ. ഞാൻ കുറച്ചു നേരം മുമ്പ് നോക്കുമ്പോൾ, ഒരു മണിക്കൂർ മുമ്പാണ്ട് നോക്കുമ്പോൾ 28 മില്യൺ ആയിരുന്നു. ഇത് എന്തോന്ന് ഇത് അങ്ങനെ പോയി കേറൂട്ടോ. അവഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവരെല്ലാരും പണ്ടത്തെ കുറെ ഫാൻസും കാണും. പക്ഷെ ഇപ്പൊ ഞാൻ പറയാ, എന്റെ ഫ്രണ്ട്സിനോട് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു, എടാ ഇതൊക്കെ കാണാൻ പോവാന്ന് പറയുമ്പോ എന്താ റിപ്ലൈ വരുന്ന വെച്ചാൽ, ഇത് കാണാൻ പോകാൻ വേണ്ടി ബാക്കിയുള്ളതൊക്കെ കാണണ്ടേ, അതിന് മാത്രം വേസ്റ്റ് ചെയ്യാനുള്ള ടൈമില്ല. ഒരു പടം കാണാൻ വേണ്ടി ബാക്കി ഇഷ്ടംപോലെ പടങ്ങൾ കാണാന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നടക്കുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു നെഗറ്റീവ് സത്യം പറഞ്ഞാൽ അവഞ്ചേഴ്സിനുണ്ട്. അതൊരു മേ ബി പുതിയ ആൾക്കാരെ ഒന്ന് ഇതിലേക്ക് വലിക്കണമെങ്കിൽ കുറെ പഴയ പടങ്ങൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പൊ എന്തായാലും കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതുവരെ എന്തായാലും ഇനിയിപ്പോ 4 മാസം 27 ദിവസം 15 മണിക്കൂർ ഉള്ളൂ. 15 മണിക്കൂർ അതാ ട്രെയിലർ ഇറങ്ങിയപ്പോ, ഇപ്പൊ അത്ര ഒന്നും ആവില്ല. 5 മണിക്കൂർ അല്ല 3 മണിക്കൂർ. ഓക്കെ, അപ്പോ എന്തായാലും ബാക്കിയുള്ള പടങ്ങൾ കണ്ടു തീർക്കുക, സീരീസുകൾ കണ്ടു തീർക്കുക. എനിക്കൊന്നും കാണാൻ തോന്നാത്ത കുറച്ച് സീരീസുകളുണ്ട്. എനിക്ക് മിസ് മാർവൽ അതേപോലെ മാർവൽസ്, എനിക്ക് ഫീമെയിൽ ഫോക്കസ്ഡ് വല്ലാണ്ട് കാണാൻ ഇഷ്ടമല്ല. കാര്യം ബോക്ക് കുത്തിയിറക്കുന്ന കുറെ പരിപാടികളുണ്ട്. കാര്യം ഞാൻ ഏറ്റവും ഷീഹൽക്കൊക്കെ കണ്ട് എനിക്ക് മടുത്തതാണ് സത്യം പറയാലോ. ഷീഹൽക്ക്, പിന്നെ എന്താ മറ്റേ സീക്രട്ട് ഇൻവേഷൻ, എന്തൊക്കെയാണ് അതിൽ കാണിച്ചു കൂട്ടിയത്. സത്യം പറയാം, എനിക്ക് വെറുത്ത്, ഒന്നും പറയാനില്ല അതിനെ കുറിച്ചൊന്നും. അപ്പൊ ശരി, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.
ഇതുവരെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തിരിച്ച് വീഡിയോ റെഗുലറായിട്ട് ഇട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന വിധം നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.